പ്രിയപ്പെട്ടവരെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 4ാം സെമസ്റ്ററിലെ ദൃശ്യകലാ സാഹിത്യം എന്ന പേപ്പറിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. തെയ്യം, തിറ എന്നീ പദങ്ങളുടെ അർത്ഥം വിശകലനം ചെയ്യുക. ഉത്തര കേരളത്തിലെ തനത് ഗ്രാമീണ കലയാണ് തെയ്യം. ഉത്തര കേരളത്തിലെ തനത് ഗ്രാമീണ കലയാണ് തെയ്യം. നാടകീയത ഏറി നിൽക്കുന്ന അനുഷ്ഠാന കലയായ തെയ്യം ദ്രാവിഡ സ്വഭാവം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ദ്രാവിഡ സ്വഭാവം ഉൾക്കൊള്ളുന്ന ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം. ദൈവത്തിൻ്റെ തൽഭവമാണ് തെയ്യം എന്നത്. ദൈവത്തിൻ്റെ തൽഭവമാണ് തെയ്യം. കാര്യസാധ്യത്തിനും ഈശ്വരനോടുള്ള പ്രത്യുപകാര സ്മരണാർത്ഥവും പകർച്ചവ്യാധിക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കുമുള്ള പ്രതിവിധിയായിട്ടാണ് തെയ്യം കെട്ടിയാടാറുള്ളത്. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഈശ്വരനോടുള്ള പ്രത്യുപകാരമായിട്ട് പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങൾക്കുമുള്ള പ്രതിവിധിയായിട്ടെല്ലാമാണ് തെയ്യം കെട്ടിയാടുന്നത്. വണ്ണാൻ, വേലൻ, മലയൻ, കോപ്പാളൻ, പുലയൻ, മാവിലൻ എന്നിങ്ങനെ അവർണരും അധസ്ഥിതരുമാണ് തെയ്യങ്ങൾ കെട്ടിയാടുന്നത്. ഓരോ സമുദായവും വ്യത്യസ്ത തെയ്യങ്ങളാണ് കെട്ടിയാടുന്നത്. തിറ എന്ന പദത്തിന് അർദ്ധവൃത്താകാരത്തിൽ നേരിയ മരപ്പലക കൊണ്ടുണ്ടാക്കി തലയിൽ വെക്കുന്ന സാധനമെന്നാണ് അർത്ഥം. തിറ എന്ന വാക്കിൻ്റെ അർത്ഥം അർദ്ധവൃത്താകാരത്തിൽ നേരിയ മരപ്പലക കൊണ്ട് ഉണ്ടാക്കി തലയിൽ വെക്കുന്ന സാധനമെന്നാണ് അർത്ഥം. വർണ്ണശബളമായി തിറ തലയിൽ കെട്ടുന്നത് മൂലമാകണം തിറയാട്ടം എന്ന പേര് ഇതിന് ഉണ്ടായത്. അനുഷ്ഠാനപരമായ ക്ഷേത്രകലയാണ് തിറ. ഒരു അനുഷ്ഠാനപരമായിട്ടുള്ള ക്ഷേത്രകലയാണ് തിറ. ഗ്രാമീണ കലയായ തിറ ഉത്തര കേരളത്തിലാണ് പ്രധാനമായും അനുഷ്ഠിക്കപ്പെടുന്നത്. നാടകീയത മുൻനിൽക്കുന്ന തിറ എന്ന കലാരൂപം സാമൂതിരിയുടെ ഭരണാധികാരത്തിൽ വരുന്ന സ്ഥലങ്ങളിലാണ് പതിവായി നടത്തിയിരുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ആണ്ടുതോറും നടത്തുന്ന ഉത്സവങ്ങളിൽ തിറ നടത്തിപ്പോരുന്നു. അടുത്ത ചോദ്യം, കളമെഴുത്ത്, കുറിപ്പ് തയ്യാറാക്കുക. അനുഷ്ഠാനപരമായി പഞ്ചവർണ്ണ പൊടി കൊണ്ട് ദേവതാരൂപം ചിത്രീകരിക്കുന്നതാണ് കളങ്ങൾ. അനുഷ്ഠാനപരമായി പഞ്ചവർണ്ണ പൊടി കൊണ്ട് ദേവതാരൂപം ചിത്രീകരിക്കുന്നതാണ് കളങ്ങൾ. ചാണകം മെഴുകി നിലം ശുദ്ധി വരുത്തി സമനിരപ്പായ സ്ഥലത്താണ് കളമെഴുതാറുള്ളത്. അരിപ്പൊടി കൊണ്ട് വെളുപ്പും കരിപ്പൊടി കൊണ്ട് കറുപ്പും മഞ്ഞൾപ്പൊടി കൊണ്ട് മഞ്ഞയും വാകയിലയും മഞ്ചാടിയും പച്ചയും മഞ്ഞളും ചുണ്ണാമ്പും ചേർന്ന് ചുമപ്പും ഉണ്ടാക്കുന്നു. ഒന്നുകൂടി പറയാം. വാകയിലയും മഞ്ചാടിയിലയും പൊടിച്ച് പച്ചയും മഞ്ഞളും ചുണ്ണാമ്പും ചേർന്ന ചുമപ്പും ആണ് ഇതിനായി ഉപയോഗിക്കുന്ന പഞ്ചവർണ്ണങ്ങൾ. കൃത്യമായ അളവുകളും ചിട്ടകളും അനുസരിച്ച് കളമെഴുതുമ്പോൾ അതിന് ദൈവികമായ പരിവേഷം ലഭിക്കുന്നു. പഞ്ചഭൂതങ്ങളെയും പഞ്ചലോഹങ്ങളെയും പഞ്ചവർണ്ണങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. പഞ്ചഭൂതങ്ങളെയും പഞ്ചലോഹങ്ങളെയുമാണ് ഈ പഞ്ചവർണ്ണങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. മഞ്ഞ നിറം സ്വർണത്തെയും വെള്ള വെള്ളിയെയും പച്ച ഈയത്തെയും കറുപ്പ് ഇരുമ്പിനെയും ചെമപ്പ് ചെമ്പിനെയും സൂചിപ്പിക്കുന്നു. കണ്ണൻ ചിരട്ടയും പാളത്തുണ്ടുകളും ഓലക്കീറുമെല്ലാം ചിത്രരചനയ്ക്കുള്ള പ്രധാന ഉപകരണങ്ങളാകുന്നു. കുംഭം, മീനം, മേടം മാസങ്ങളിലാണ് തറവാട്ടുകാവുകളിലും ക്ഷേത്രങ്ങളിലും കളമെഴുത്തും നാഗപ്പാട്ടും നടക്കുന്നത്. 6 തരത്തിലുള്ള കളങ്ങളാണ് ഉള്ളത്. നാഗക്കളം, സന്തതിക്കളം, നാഗകാളിക്കളം, നാഗരാജാവ് കളം, അനന്തശയനം കളം, ഭൂതക്കളം എന്നിവ. നാഗക്കളം, സന്തതിക്കളം, നാഗകാളിക്കളം, നാഗരാജാവ് കളം, അനന്തശയനം കളം, ഭൂതക്കളം എന്നിവയാണ് പ്രധാനപ്പെട്ട കളങ്ങൾ. സർപ്പം തുള്ളൽ ഒരു ദിവസമായോ പല ദിവസങ്ങളായിട്ടാണോ നീണ്ടുപോകുന്നത്. എത്ര ദിവസത്തെ പാട്ടായാലും ആദ്യം നാഗക്കളവും അവസാനം ഭൂതക്കളവും ഉണ്ടായിരിക്കണം. ഉത്തര കേരളത്തിൽ ചില ഭാഗങ്ങളിൽ കളമെഴുത്തും പാട്ടും എന്നൊരു സവിശേഷ അനുഷ്ഠാനവുമുണ്ട്. ഭഗവതി പ്രതിഷ്ഠയായുള്ള ക്ഷേത്രങ്ങളിൽ കാവുകളിലും ദാരികനെ നിഗ്രഹിച്ച കാളയുടെ ചിത്രം വരയ്ക്കുകയും സ്തുതിപ്പാട്ടുകൾ പാടുകയും ചെയ്യുന്നു.
ഭഗവതി പ്രതിഷ്ഠയായുള്ള ക്ഷേത്രങ്ങളിലും കാവുകളിലും ദാരികനെ നിഗ്രഹിച്ച കാളിയുടെ ചിത്രം വരയ്ക്കുകയും സ്തുതിപ്പാട്ടുകൾ പാടുകയും ചെയ്യുന്നു. വസുരി രോഗത്തിനെതിരെയാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത്. വസുരി രോഗത്തിനെതിരെ 4, 8, 16 കൈകളുള്ള വലിയ കാളിയുടെ ചിത്രങ്ങളാണ് ഇത്തരം കളങ്ങളിൽ വരയ്ക്കുന്നത്. അടുത്ത ചോദ്യം, പാവകളി അഥവാ പാവക്കൂത്ത് ലഘുകുറിപ്പ് തയ്യാറാക്കുക. മധ്യ കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന അനുഷ്ഠാന കലയാണ് പാവകളി അഥവാ പാവക്കൂത്ത്. മധ്യ കേരളത്തിലാണ് ഇത് നടത്തുന്നത്, ദേവീക്ഷേത്രങ്ങളിലാണ്. ഇതൊരു അനുഷ്ഠാന കലയും കൂടിയാണ്. ആപൽ രക്ഷയ്ക്കും രോഗനിവാരണത്തിനുമായിട്ടാണ് ഇത് നടത്തുന്നത്. ആപത്ത് രക്ഷയ്ക്കും രോഗനിവാരണത്തിനും. പാവി എന്ന പദത്തിന് തമിഴ് സ്ത്രീ എന്നാണ് അർത്ഥം. പാവി എന്നാൽ തമിഴിൽ സ്ത്രീയാണ്. മലയാളത്തിൽ അത് പാവ എന്നാണ് ഉപയോഗിച്ചു വരുന്നത്. പാവക്കളി അമ്മ ദൈവക്കാവുകളിലാണ് അവതരിപ്പിക്കുന്നത്. പാവക്കളി അമ്മ ദൈവക്കാവുകളിൽ അവതരിപ്പിക്കുന്നു. പാവക്കളി നടത്തുന്ന സ്ഥലത്തിനെയാണ് കൂത്തുമാടമെന്ന് പറയുന്നത്. കൂത്തുമാടം പാവക്കളി നടത്തുന്ന സ്ഥലമാണ്. കമ്പരാമായണത്തെ ആസ്പദമാക്കിയാണ് പാവക്കളി നടത്താറുള്ളത്. കമ്പരാമായണമാണ് ഇതിൻ്റെ ഇതിവൃത്തം. ചില ക്ഷേത്രങ്ങളിൽ 2, 3 ആഴ്ചയോളമെല്ലാം പാവക്കൂത്ത് നടത്താറുണ്ട്. ധനുമാസത്തിൽ ആരംഭിക്കുന്ന പാവക്കൂത്ത് പ്രധാനപ്പെട്ട ഒന്നാണ്. ധനുമാസത്തിലാണ് ഈ പാവകളി ആരംഭിക്കുന്നത്. രാമായണത്തിലെ വിരുത്തങ്ങൾ പാടുകയും അതിൻ്റെ ആശയ പ്രഭാഷണത്തോടൊപ്പം പാവകളെ ചലിപ്പിക്കുകയുമാണ് പാവകളിയുടെ അവതരണ രീതി. രാമായണത്തിലെ വിരുത്തങ്ങൾ പാടുകയും അതിൻ്റെ ആശയ പ്രഭാഷണത്തോടൊപ്പം പാവകളെ ചലിപ്പിക്കുകയുമാണ് ഇതിലെ അവതരണ രീതി. ചോദ്യോത്തര രീതിയിൽ ഒരാൾ പറയുന്നതിന് മറ്റൊരാൾ ഗണ്ണിച്ച് പറയുന്ന രീതിയാണ് ഇതിനുള്ളത്. തമിഴ് മലയാള മിശ്രമാണ് ഭാഷ. തമിഴ് മലയാള മിശ്രമാണ് ഇതിലെ ഭാഷ. കേരളത്തിൽ ധാരാളം പാവക്കളികളുണ്ട്. നോക്കുവിദ്യ പാവക്കളി, കയ്യുറ പാവക്കളി, നൂൽ പാവക്കളി, നിഴൽക്കൂത്ത് എന്നിവ പ്രധാനപ്പെട്ടവയാണ്. ആദ്യകാലങ്ങളിൽ പാവകളെ പനയോല കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ആദ്യകാലങ്ങളിൽ പാവകൾ ഉണ്ടാക്കിയിരുന്നത് പനയോല കൊണ്ടാണ്. പിന്നീട് തോലുകൊണ്ട് ഉണ്ടാക്കി തുടങ്ങി. അന്നാണ് തോൽ പാവക്കൂത്തെന്നും ഓലപ്പാവക്കൂത്തുമെന്നെല്ലാം പറഞ്ഞു തുടങ്ങിയത്. പാവക്കൂത്ത് നടത്തുന്ന കലാപാരമ്പര്യമുള്ള കുടുംബക്കാരെ പുലവർ എന്നാണ് വിളിക്കുന്നത്. പാവക്കൂത്ത് നടത്തുന്ന കലാപാരമ്പര്യമുള്ള കുടുംബക്കാരാണ് പുലവർ. ഒപ്പന ലഘുകുറിപ്പ് തയ്യാറാക്കുക. മലബാർ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രാചീന കാലം മുതൽ പ്രചാരത്തിലിരിക്കുന്ന കലയാണ് ഒപ്പന. മലബാർ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രാചീന കാലം മുതൽ പ്രചാരത്തിലുള്ള ഒരു കലയാണ് ഒപ്പന. മാപ്പിളപ്പാട്ട് സാഹിത്യത്തിൽ ഒരു ഇശലിൻ്റെ പേരാണ് ഒപ്പന എന്നത്. മാപ്പിളപ്പാട്ട് സാഹിത്യത്തിൽ ഒരു ഇശലിൻ്റെ പേരാണ് ഒപ്പന. ഇതിന് 2 തരത്തിലുള്ള രീതി ഭേദങ്ങളാണ് ഉള്ളത്. ഒപ്പന മുറുക്ക്, ഒപ്പന ചായൽ എന്നിവയാണവ. ഒപ്പന മുറുക്കും ഒപ്പന ചായലും. ദ്രുത താളത്തിലുള്ളതാണ് മുറുക്കം. മുറുക്കം എന്നത് ദ്രുത താളത്തിലുള്ളതാണ്. അയഞ്ഞ് പാടുന്നതാണ് ചായൽ. അയഞ്ഞു പാടുന്നതിനെയാണ് ചായൽ എന്ന് പറയുന്നത്. സാഹിത്യവും സംഗീതവും താളവും സമന്വയിക്കുന്ന ഒരു കലയാണ് ഒപ്പന എന്നത്. സാഹിത്യവും സംഗീതവും സമന്വയിക്കുന്ന ഒരു കലയാണ് ഒപ്പന. 2 കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് കൈപ്പടങ്ങൾ ചേർത്തു വയ്ക്കുക എന്നർത്ഥമുള്ള ഹഫ്ന എന്ന അറബി പദത്തിൽ നിന്നാണ് ഒപ്പന എന്ന പദത്തിൻ്റെ ഉത്ഭവം. ഒപ്പന എന്ന പദം ഉത്ഭവിക്കുന്നത് ഹഫ്ന എന്ന അറബി പദത്തിൽ നിന്നാണ്. 2 കൈകൾ നീട്ടിപ്പിടിച്ച് കൈപ്പടങ്ങൾ ചേർത്ത് വയ്ക്കുക എന്നതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. തമിഴിൽ ഒപ്പന എന്നും മലയാളത്തിൽ ഒപ്പന എന്നും അറിയപ്പെടുന്നു. ഒപ്പന എന്ന വാക്കിന് അഹങ്കാരം എന്ന അർത്ഥവുമുണ്ട്. മൈലാഞ്ചി ഒപ്പനയ്ക്ക് ഒരു കാലത്ത് ഏറെ പ്രചാരമുണ്ടായിരുന്നു. മണവാട്ടിയെ തോഴിമാർ അണിയിച്ചൊരുക്കുന്നതാണ് ഇതിലെ പ്രധാന ഭാഗം. മണവാട്ടിയെ തോഴിമാർ അണിയിച്ചൊരുക്കുന്നത്. കളിക്കുന്നവരിലെ മുൻപാട്ടുകാർ പാടുന്നവരും പിൻപാട്ടുകാർ കൈകൊട്ടി താളം പിടിക്കുന്നവരുമാണ്. ഒന്നുകൂടി പറയാം. കളിക്കുന്നവരിലെ മുൻപാട്ടുകാർ പാടുന്നവരും പിൻപാട്ടുകാർ കൈകൊട്ടി താളം പിടിക്കുന്നവരുമാണ്. മുൻപാട്ടുകാരുടെ പാട്ടുകൾ മുഴുവനുമോ അവസാന ഭാഗങ്ങൾ മാത്രമായോ ആയി പിൻപാട്ടുകാർ പാടുന്നു. ചായൽ, ചായൽ മുറുക്കം, ഒപ്പന മുറുക്കം എന്നീ ക്രമത്തിലാണ് പാടിയിരുന്നത്. മാപ്പിളപ്പാട്ടുകളാണ് ഒപ്പനയ്ക്കായി പാടുന്നത്.
കാതുകുത്ത് കല്യാണം, സുന്നത്ത് കല്യാണം, വിവാഹം മുതലായവയ്ക്കാണ് ഒപ്പന അവതരിപ്പിക്കുന്നത്. കാതുകുത്ത് കല്യാണം, സുന്നത്ത് കല്യാണം, വിവാഹം മുതലായവക്ക് ഒപ്പന അവതരിപ്പിക്കുന്നു. പരമ്പരാഗത വേഷങ്ങളിലാണ് ഒപ്പന നടത്തുന്നത്. അരഞ്ഞാണം, വളകൾ, കൊരലാരം, ചങ്കേലസ്, കാറക്കല്ല്, കുമ്മത്ത്, പിക്ക് തുടങ്ങിയ ആഭരണങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പുരുഷന്മാരുടെ ഒപ്പന സംഘങ്ങളും ഉണ്ടായിരുന്നു. പുരുഷന്മാരുടെ ഒപ്പനയ്ക്ക് വട്ടപ്പാട്ട് എന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ ഒപ്പനയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പുരുഷന്മാരുടെ ഒപ്പന. പുരുഷന്മാർ ഒപ്പന നിന്നും ഇരുന്നും മാത്രമാണ് അവതരിപ്പിക്കുന്നത്. പാട്ട് ചായലിൽ തുടങ്ങി മുറുക്കത്തിലെ ആവേശത്തിലെത്തുമ്പോൾ കാൽമുട്ടിൽ നിന്നും നേരെ നിന്നും പാടിയിരുന്നു. പുതിയാപ്ലയുടെ സാന്നിധ്യം വട്ടപ്പാട്ടിലുണ്ട്. ഒപ്പനയിൽ മണവാട്ടിയാണെങ്കിൽ വട്ടപ്പാട്ടിൽ മണവാളൻ അഥവാ പുതിയാപ്ലയുടെ സാന്നിധ്യമാണ് ഉള്ളത്. വട്ടപ്പാട്ടിനും ഒപ്പനയ്ക്കും പരമ്പരാഗത മുസ്ലിം വേഷങ്ങളാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു ചോദ്യം കൂടി നോക്കാം. പാടകം ചാക്യാന്മാരുടെ പ്രബന്ധക്കൂത്തിലെ ഒരു ഉപവിഭാഗമാണ് പാടകം എന്നത്. ചാക്യാന്മാരുടെ പ്രബന്ധക്കൂത്തിലെ ഒരു ഉപവിഭാഗമാണ് പാടകം. ക്ഷേത്ര പരിസരത്തോ ക്ഷേത്ര മതിലിനുള്ളിലോ നടത്താറുള്ള പുരാണ കഥാകഥനമാണിത്. ക്ഷേത്ര പരിസരത്തോ ക്ഷേത്ര മതിലിനുള്ളിലോ നടത്തുന്ന പുരാണ കഥാകഥനമാണ് പാടകം. നമ്പ്യാന്മാരാണ് പാടകം അവതരിപ്പിക്കുന്നത്. പാടകം പറയുന്നത് നമ്പ്യാന്മാരാണ്. കഥ പറയുന്ന രീതി കൂത്തിൻ്റെ രീതിയാണെങ്കിലും ഫലിത പരിഹാസങ്ങൾ പാടകത്തിൽ ഉപയോഗിക്കാറില്ല. നമ്പ്യാന്മാരുടെ പാടകം പറച്ചിലിനായി ഗദ്യപ്രബന്ധങ്ങൾ പ്രത്യേകമായി എഴുതിയിരുന്നു. ദൂതവാക്യം, പാഞ്ചാലി സ്വയംവരം, അംബരീഷോപാഖ്യാനം, ബ്രഹ്മാണ്ഡ പുരാണം തുടങ്ങിയ ഇതിഹാസ പുരാണ കഥാസംബന്ധിയായവയാണ് ആദ്യകാലത്ത് പാടകത്തിനായി ഉപയോഗിച്ചിരുന്നത്. ദൂതവാക്യം, പാഞ്ചാലി സ്വയംവരം, അംബരീഷോപാഖ്യാനം, ബ്രഹ്മാണ്ഡ പുരാണം മുതലായ ഇതിഹാസ പുരാണ സംബന്ധിയായിട്ടുള്ള ഗദ്യകൃതികളാണ് പാടകത്തിന് വേണ്ടി ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് മേൽപ്പത്തൂർ പ്രബന്ധങ്ങൾക്ക് പ്രചാരം വന്നതോടെ ദൂതവാക്യം തുടങ്ങിയ സംസ്കൃത പ്രബന്ധങ്ങളാണ് പാടകം പറയാൻ സ്വീകരിച്ചു പോന്നത്. മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ പ്രബന്ധങ്ങൾ അഭിനയിക്കാൻ യോഗ്യവും ശബ്ദാർത്ഥ സുന്ദരങ്ങളും ആയിരുന്നു. പാടകം പറയുന്നത് പ്രത്യേകമായ ഒരു രംഗവേദി സജ്ജീകരിച്ചിട്ടല്ല. പ്രത്യേകമായ ഒരു രംഗവേദി ഇതിനു വേണ്ടി വേണ്ട. രംഗത്ത് സവിശേഷമായ അനുഷ്ഠാനമോ വാദ്യ ഉപകരണങ്ങളോ വേണ്ടതില്ല. രംഗത്ത് പ്രത്യേകിച്ചുള്ള അനുഷ്ഠാനമോ വാദ്യ ഉപകരണങ്ങളോ ഇതിനു വേണ്ട. പാടകം പറയുന്ന വ്യക്തി നെറ്റിയിലും മാറിലും കുറി വരച്ച്, തലയിൽ ചുവന്ന മുടി വെച്ച്, കഴുത്തിൽ രുദ്രാക്ഷമാല ധരിച്ച്, അരയിലെ മുണ്ടിനു മുകളിൽ പട്ടുചുറ്റി നിലവിളക്കിന് മുമ്പിലിരുന്നാണ് കഥ പറയുന്നത്. ഒന്നുകൂടി പറയാം, പ്രത്യേകമായ രംഗസജ്ജീകരണമൊന്നും ആവശ്യമില്ല. പാടകം പറയുന്നയാൾ നെറ്റിയിലും മാറിലും കുറി വരച്ച്, തലയിൽ ചുവന്ന മുടി വെച്ച്, കഴുത്തിൽ രുദ്രാക്ഷമാല ധരിച്ച്, അരയിലെ മുണ്ടിനു മുകളിൽ പട്ടു ചുറ്റി നിലവിളക്കിന് മുന്നിലാണ് കഥ പറയുന്നത്. പ്രഹസനങ്ങൾ എന്നാൽ എന്ത്? ദശരൂപങ്ങളിലൊന്നാണ് പ്രഹസനം. ദശരൂപങ്ങളിലൊന്നാണ് പ്രഹസനം. ഹാസ്യരസപ്രധാനമായ നാടകങ്ങളാണിവ. ഹാസ്യരസമുള്ള നാടകങ്ങൾ. സംഗീത നാടകങ്ങളോടുള്ള വിപ്രതിപത്തിയിൽ നിന്നാണ് പ്രഹസനങ്ങളുടെ പിറവി. പാശ്ചാത്യ വിദ്യാഭ്യാസവും പാശ്ചാത്യ സാഹിത്യവുമായുള്ള സമ്പർക്കവും സിദ്ധിച്ച വ്യക്തികൾക്ക് സംഗീത നാടകങ്ങളുടെ ലോകത്തിൽ നിന്ന് മോചനം നേടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഇതായിരുന്നു ഇതിൻ്റെ അടിത്തറ എന്ന് പറയാം. 1885 CV രാമൻപിള്ള എഴുതിയ ചന്ദ്രമുഖി വിലാസമാണ് പ്രഹസനത്തിലെ ആദ്യ കൃതി. ആദ്യ പ്രഹസനമായി പറയുന്നത് CV രാമൻപിള്ളയുടെ ചന്ദ്രമുഖി വിലാസമാണ്. 1885 ഇത് പുറത്തിറങ്ങിയത്. 1887 തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ ഇത് അരങ്ങേറിയിട്ടുണ്ട്. സംസ്കൃത നാടകങ്ങളിൽ നിന്നും സംഗീത നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രംഗാവതരണമായിരുന്നു പ്രഹസനത്തിനുണ്ടായിരുന്നത്. സമകാലിക വിഷയം പരിഹാസ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. സമകാലിക വിഷയം പരിഹാസ രൂപത്തിൽ ഇതിൽ അവതരിപ്പിക്കുന്നു. ഉപരിതല സ്പർശിയായിട്ടാണ് ഇതിൽ പരിഹാസം അവതരിപ്പിക്കുന്നത്. ഉപരിതല സ്പർശിയായിട്ടാണ്. കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലെ വികലതകൾ ഉയർത്തിക്കാട്ടി ഹാസ്യം ഉണ്ടാക്കുന്നു.
സമകാലിക സംഭവങ്ങളിലെ പോരായ്മകളിൽ നിന്നും ഉയരുന്ന ചിരി, സംഭാഷണങ്ങളിലൂടെ സംജാതമാകുന്ന ഹാസ്യം തുടങ്ങിയവയെല്ലാം പ്രഹസനങ്ങളുടെ പൊതുവായ സവിശേഷതകളാണ്. യുക്തിക്ക് ഇവിടെ സ്ഥാനം ഇല്ല. ജനങ്ങളെ ചിരിപ്പിക്കുക എന്നതാണ് പ്രാധാന്യം. ഇവിടെ യുക്തിക്ക് സ്ഥാനമില്ല, കാണികളെ ചിരിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സംഗീതത്തിൻ്റെ അകമ്പടിയില്ലാതെ ഹൃദ്യമായ സംഭാഷണങ്ങളിലൂടെ രംഗാവതരണം നടത്തുന്നു. പ്രധാനപ്പെട്ട പ്രഹസന കൃതികളാണ് കുറുപ്പില്ലാക്കളരി, പണ്ടത്തെ പാച്ചൻ, ചെറുതേൻ, കൊളംബസ്, തെന്തനാംകോട്ട് ഹരിചന്ദൻ, കൈമളാശാൻ്റെ കടശിക്കായ് എന്നിങ്ങനെ 9 പ്രഹസനങ്ങൾ പൊതുവേദിയിൽ അവതരിപ്പിക്കാനായി CV രാമൻപിള്ള തയ്യാറാക്കിയിരുന്നു. ഫലിതവും പരിഹാസവും ഇടകലർത്തി സാമൂഹിക വിമർശനം നടത്തുകയായിരുന്നു CV രാമൻപിള്ള. CVയെ പിന്തുടർന്ന് EV കൃഷ്ണപിള്ളയുടെ പ്രഹസനങ്ങൾ വളരെ അധികം പ്രചാരം നേടിയിട്ടുള്ളവയാണ്. അദ്ദേഹത്തിൻ്റെ BA മായാവി, കള്ളപ്രമാണം, കുറുപ്പിൻ്റെ ഡെയിലി എന്നിവയെല്ലാം പ്രധാനപ്പെട്ട പ്രഹസനങ്ങളാണ്. EV കൃഷ്ണപിള്ള മാത്രമല്ല, NP ചെല്ലപ്പൻ നായർ, TN ഗോപിനാഥൻ നായർ, MG കേശവപിള്ള എന്നിവർ പ്രഹസനങ്ങൾ അരങ്ങിൽ എത്തിച്ചവരാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2-3 ചെയ്ത് ഇട്ടിട്ടുണ്ട്. അവയും കൂടി എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.